രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ്സാണ്. 6ാമത്തെ ദശകമാണ്. 2ാമത്തെ ശ്ലോകമാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങൾ ആവശ്യമുള്ളവർ, ആ ക്ലാസ് ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. നാരായണീയം എന്ന ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. നാരായണീയം 2 ഹെഡിങ് ഉണ്ട്, അത് രണ്ടും നോക്കിക്കൊള്ളണം. ഒന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉള്ള ഒരു ഹെഡിങ്, അതിലാണ് കൂടുതലുള്ളത്. അപ്പോൾ നിങ്ങൾ ആ 2 ഹെഡിങ്ങും നോക്കുക. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാ തിങ്കളാഴ്ചയും ഉച്ചയ്ക്ക് 12 മണിക്ക് നാരായണീയം കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചയ്ക്ക് 12 മണിക്ക് രാധാറാണിയുടെ ജീവിതകഥ, കൃഷ്ണന്റെ കാമുകിയായ രാധാറാണിയുടെ ജീവിതകഥ ജനനം മുതൽ മരണം വരെ ഉള്ളത് നിരവധി റിസർച്ചുകൾ നടത്തി അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്കത് കേൾക്കാവുന്നതാണ്. എല്ലാ വ്യാഴാഴ്ചയും 12 മണിക്ക് അഷ്ടപതിയുടെ ക്ലാസ്സാണ്. എല്ലാ വെള്ളിയാഴ്ചയും 12 മണിക്ക് മോക്ഷം വേണ്ടവർക്ക് ധർമ്മപദമാണ്. അതേ കണക്ക് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെന്നുള്ളവർക്ക് ഞാൻ കൊല്ലത്താണ്. ദൂരെയുള്ളവരാണെങ്കിൽ താമസ സൗകര്യമുണ്ട്. കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും ഒക്കെ സ്ത്രീകൾ വരെ ഇവിടെ വന്ന് താമസിച്ച് പഠിച്ചിട്ട് പോകുന്നുണ്ട്. കോഴിക്കോട് നിന്ന് 2 പേര് ലേഡീസ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കുള്ള എല്ലാ താമസ സൗകര്യങ്ങളും എല്ലാം കാണും. നിങ്ങൾ സേഫ് ആയിരിക്കും. നിങ്ങൾക്കത് പഠിക്കാം. പിന്നെ ജ്യോതിഷപരമായുള്ള കാര്യങ്ങൾക്ക് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, ഇതെല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജ്യോതിഷപരമായ നിങ്ങളുടെ എന്ത് സംശയത്തിനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫോൺ നമ്പറുണ്ട്. 9645333999. അതിലേക്ക് വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. പ്ലേലിസ്റ്റ് എടുത്താൽ ടെമ്പിൾസ് എന്ന ഹെഡിങ്ങിൽ നിങ്ങൾ അത്യാവശ്യം കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെക്കുറിച്ചും അവിടുത്തെ വഴിപാടുകളെക്കുറിച്ചും അവിടെ എങ്ങനെ എത്തിച്ചേരണമെന്നതിനെക്കുറിച്ചുമൊക്കെ പൂർണ്ണ വിവരങ്ങൾ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് തന്നെ അഷ്ടാവക്ര ഗീത നിശ്ചയമായും എല്ലാവരും കാണണം. അഷ്ടാവക്ര ഗീത എൻ്റെ മാസ്റ്റർ പീസാണ്. അപ്പോൾ അഷ്ടാവക്ര ഗീത നിങ്ങൾ കാണാതിരിക്കരുത്. ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെഡിങ്ങിലെ വീഡിയോസ് നിങ്ങൾ കാണേണ്ടതാണ്. പിന്നെ ജനറൽ എന്ന ഐറ്റത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം നമോ നാരായണായ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ.
ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനിയേ വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാ റാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കി ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കി ജയ്. അപ്പോൾ നമുക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ്സാണ്. അതിനു മുമ്പ് രാധാ കവചം 2 ഉണ്ട്. അത് രണ്ടും നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. നിശ്ചയമായിട്ടും നിങ്ങളത് കേൾക്കണം. രാധാ കവചം ഞാൻ പഠിപ്പിച്ചിട്ടുമുണ്ട്. അതേ കണക്ക് തന്നെ ഉടൻ നമ്മുടെ ചാനലിൽ ഉപനിഷത്തിൻ്റെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഉപനിഷത്ത് പഠിക്കണമെന്നുള്ളവർ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായി കിട്ടും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഉപനിഷത്ത് ക്ലാസ് തുടങ്ങുന്ന ഉടൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആദ്യമായി ഞാൻ പഠിപ്പിക്കുന്നത് കഠോപനിഷത്താണ്. മരണത്തെ കീറി മുറിച്ച് ലോകത്തൊരു പുസ്തകവും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ആ കഠോപനിഷത്താണ് ഞാൻ ആദ്യം നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് പാടിത്തരുന്നത് നമ്മുടെ പ്രിയങ്കരിയായ കൃഷ്ണപ്രിയയാണ്. കൃഷ്ണപ്രിയയല്ല, കൃഷ്ണശ്രീയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണശ്രീ എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ റേഡിയോയിലെ ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. ജനം ടി വിയിലെ പാടു നീടു വിജയിയാണ്. ഏഷ്യാനെറ്റ് സൂപ്പർ വോയിസ് സെമി ഫൈനലിസ്റ്റാണ്. ഫ്ലവർ ടി വി മ്യൂസിക്കൽ വൈഫ് റണ്ണറപ്പാണ്. പ്ലേബാക്ക് സിംഗറാണ്. റെക്കോർഡിംഗ് ആർട്ടിസ്റ്റാണ്. സ്റ്റേജ് പെർഫോമറാണ്. 1ാം തരം ടീച്ചർ ആൻഡ് വോക്കൽ ട്രെയിനറാണ്. റിയാലിറ്റി ഷോയിൽ ഇന്ന് മിക്ക സ്റ്റുഡൻറ്റുകളും നമ്മുടെ കൃഷ്ണശ്രീയുടേതാണ്. പല റിയാലിറ്റി ഷോയിലും ഉജ്ജ്വല പ്രകടനം കാത്തുവെക്കുന്നവർ നമ്മുടെ കൃഷ്ണശ്രീയുടേതാണെന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് ഓൺലൈനിലൂടെ കൃഷ്ണശ്രീയുടെ അടുത്ത് മ്യൂസിക് പഠിക്കാം. അങ്ങനെ ലണ്ടനിലും അമേരിക്കയിലും ഒക്കെ ഉള്ളവർ ഓൺലൈനിലൂടെ, ഗൾഫിലുള്ളവരൊക്കെ ഓൺലൈനിലൂടെ കൃഷ്ണശ്രീയുടെ അടുത്ത് പഠിക്കുന്നുണ്ട്. കൃഷ്ണശ്രീയുടെ ഫോൺ നമ്പർ ഞാൻ ആ കൃഷ്ണശ്രീയുടെ പാട്ട് പാടുന്ന വീഡിയോയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കൃഷ്ണശ്രീ അതിമനോഹരമായി പാടുകയാണ്. കേട്ടോ, അതിനുശേഷം പഠിപ്പിക്കാം. जङ्घीतलातलमधुसुतलं च जानु किञ्जोरुभागयुगलं वितलातले द्वे क्षोणीतलं जघनमम्बरमङ्गनाभिर्वक्षश्च शक्रनिलयस्तव चक्रपाणि. ഇനി നമുക്ക് 1ാമത്തെ വരിയിലേക്ക് വരാം. അപ്പം നമ്മുടെ കൃഷ്ണശ്രീ മനോഹരമായി അത് പാടിത്തന്നത് കേട്ടല്ലോ. ഇനി ശ്രദ്ധിച്ചു കേട്ടോളൂ. ജംഘേ തലാതലമധോ സുതലം ചജാനു കിഞ്ചോരു ഭാഗയുഗളം വിതലാതലേ ദ്വേ ക്ഷോണീതലം ജഗനമംബരമംഘനാഭിർ വക്ഷച്ച ശക്രനിലയസ്തവ ചക്രപാണേ. എഴുതിക്കോ. ജംഘേ. ജംഘേ അർത്ഥം മുഴങ്കാലുകൾ. നമ്മുടെ കണങ്കാല്, മുഴങ്കാലുകൾ, അതാണ് ജംഘേ. തലാതലമധോ അർത്ഥം തലാതലമെന്ന ലോകമാണ്. തലാതലമധോ തലാതലമെന്ന ലോകമാണ്. ജാനു. ജാനു കാൽമുട്ടുകൾ. ജാനു കാൽമുട്ടുകൾ. കിഞ്ച. കിഞ്ച പിന്നീട്. കിഞ്ച പിന്നീട്. ഊരുഭാഗം. ഊരുഭാഗം തുടകളുടെ. ഊരുഭാഗം തുടകളുടെ. യുഗളം. യുഗളം 2. യുഗളം 2. കിഞ്ചോരു ഭാഗ യുഗളം. പിന്നീട് തുടകളുടെ 2 ഭാഗവും. പിന്നീട് തുടകളുടെ 2 ഭാഗവും. വിതലാ തലേ ദ്വേ. അത് പിരിച്ചെഴുത്. വിതലം
അധികം അതലം അധികം ദ്വേ. ഒന്നും കൂടെ പിരിച്ചെഴുതിക്കോ. വിതല അതലേ തേ. വിതലം അധികം അതലം അധികം ദ്വേ. ദ്വേ എന്ന് പറഞ്ഞാൽ രണ്ടെന്നർത്ഥം. അപ്പോൾ ഇതിൻ്റെ മൊത്തം അർത്ഥം എഴുതേണ്ടത് വിതലമെന്നും അതലമെന്നും രണ്ട് ലോകങ്ങളാകുന്നു. വിതലമെന്നും അതലമെന്നും രണ്ട് ലോകങ്ങളാകുന്നു. ക്ഷോണീതലം, ക്ഷോണീതലം ഭൂലോകം, നമ്മുടെ ഭൂമി, ഭൂലോകം. ജഗനം, ജഗനം അരക്കെട്ടിൻ്റെ മുൻഭാഗം, അരക്കെട്ടിൻ്റെ മുൻഭാഗം. അമ്പരം ആകാശം. അങ്ക അത് നമ്മൾ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പദം. ഹേ എന്നൊക്കെ വിളിക്കത്തില്ലേ, അതിന് അർത്ഥമില്ല. ഒരാളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സംബോധന പദമാണ് അങ്ക. നാഭി, നാഭി പൊക്കിൾക്കൊടി, പൊക്കിൾക്കൊടി. ഇനി ചേർത്ത് അമ്പരമങ്ക നാഭിർ. ഹേ ഭഗവാനെ പൊക്കിൾക്കൊടി ആകാശമാകുന്നു. അത്രയുമാണ് അർത്ഥം. ഹേ ഭഗവാനെ അങ്ങയുടെ പൊക്കിൾക്കൊടി ആകാശമാകുന്നു. അടുത്തത് വക്ഷച്ച, വക്ഷച്ച മാറിടം. ശക്രനിലയസ്തവം അർദ്ധം ഇന്ദ്രലോകം. ശക്രനിലയസ്തവം അർദ്ധം ഇന്ദ്രലോകം. ചക്രപാണേ, ചക്രം കയ്യിലേന്തിയ ഭഗവാനെ, അതായത് ചക്രപാണിയായ ഭഗവാനെ. അപ്പോൾ ഇതിൻ്റെ മൊത്തം അർത്ഥവും നോക്കാം. അല്ലയോ ചക്രപാണിയായ ഭഗവാനെ ശ്രീകൃഷ്ണ, അങ്ങയുടെ മുഴങ്കാലുകൾ തലാതലമെന്ന പാതാള ലോകമല്ലേ ഭഗവാനെ, ഞങ്ങൾ അതിനെ വണങ്ങുന്നു. കൃഷ്ണ, കൃഷ്ണന്റെ കാൽമുട്ടുകൾ സുതലമെന്ന ലോകമല്ലേ ഭഗവാനെ, ആ സുതലത്തെ വണങ്ങുന്നു. ഭഗവാനെ അങ്ങയുടെ രണ്ട് തുടകളും, ഒരു തുട വിരലവും രണ്ടാമത്തെ തുട അതലവും എന്ന രണ്ട് പാതാള ലോകങ്ങളാണ്. അതുകൊണ്ട് ഭഗവാനെ അങ്ങയുടെ രണ്ട് തുടകളെയും ഞങ്ങൾ വണങ്ങുന്നു. ഭഗവാനെ ഇനിയാണ് പ്രധാനം. ഭഗവാന്റെ അരക്കെട്ടിൻ്റെ മുൻഭാഗം, അതാണ് ഭൂലോകം. അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ആ അരക്കെട്ടിൻ്റെ മുൻഭാഗത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ഈ നാരായണീയം എന്ന വീഡിയോ അവതരിപ്പിക്കുന്നത്. ഭഗവാന്റെ അരക്കെട്ടിൻ്റെ മുൻഭാഗമാണ് ഭൂലോകം. ആ അരക്കെട്ടിൻ്റെ മുൻഭാഗത്തെ വണങ്ങുന്നു. ഭഗവാന്റെ അതിമനോഹരമായ പുക്കിൾക്കുഴി, ആ പുക്കിൾക്കുഴിയാണ് ആകാശമെന്നറിയുക. അതുകൊണ്ട് ഭഗവാനെ അങ്ങയുടെ പുക്കിൾക്കുഴിയെ ഞങ്ങൾ വണങ്ങുന്നു. പിന്നെ ഭഗവാന്റെ നെഞ്ച്, ആ ഭഗവാന്റെ നെഞ്ചാണ് ഇന്ദ്രന്റെ വാസസ്ഥലമായ ഇന്ദ്രലോകം, സ്വർഗലോകം എന്നറിയപ്പെടുന്നത്. അപ്പൊ ചക്രവാണിയായ ഭഗവാനെ അങ്ങയുടെ മുഴങ്കാലുകളെ ഞങ്ങൾ വണങ്ങുന്നു. കാരണം അത് തലാതലം എന്ന ലോകമാണ്. ഈ 14 ലോകങ്ങളിൽ ഒന്നായ തലാതലം ഭഗവാന്റെ കാൽമുട്ടുകളെ വന്ദിക്കുന്നു. കാരണം അത് സുതലം എന്ന ലോകമാണ്. ഭഗവാന്റെ രണ്ട് തുടയും തൊട്ട് തൊഴുന്നു. കാരണം അത് വിതലമെന്നും അതലമെന്നും രണ്ട് ലോകങ്ങളാണ്. ഭഗവാന്റെ അരക്കെട്ടിൻ്റെ മുൻഭാഗം തൊഴുന്നു. കാരണം അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. അതാണ് ഭൂലോകമെന്ന് പറയുന്നത്. ഭഗവാന്റെ പൊക്കിൾക്കൊടിയെ വണങ്ങുന്നു, അത് ആകാശമാകുന്നു. ഭഗവാന്റെ നെഞ്ച് മാറിടത്തെ വണങ്ങുന്നു, കാരണം അത് സ്വർഗലോകമാകുന്നു. ഭഗവാനെ ശ്രീകൃഷ്ണ ഗുരുവായൂരപ്പ, അങ്ങയെ ഞങ്ങൾ അടിമുടി വണങ്ങുന്നേൻ. ഇനി നമ്മൾ ഒന്നാമത്തെ വരിയാണ് പഠിക്കാൻ പോകുന്നത്. ജംഘേ തലാതലമതോ സുതലം ശജാനോ. ജംഘേ അതായത് ഭഗവാന്റെ മുഴങ്കാലുകൾ, തലാതലമതോ അതാണ് തലാതലം എന്ന് പറയുന്ന ലോകം. ജാനു കാൽമുട്ടുകളാകട്ടെ, കണ്ടോ, അതാണ് സുതലം. അതാരാണ് സുതലം? അപ്പൊ ജംഘേ തലാതലം, ഭഗവാന്റെ മുഴങ്കാലുകൾ തലാതലമതോ സുതലം, സുതലം എന്ന ലോകം. ജാനു ഭഗവാന്റെ കാൽമുട്ടാണ്. അതായത് ചക്രവാണിയായ ഭഗവാനെ ശ്രീകൃഷ്ണ, ഞങ്ങളുടെ പൊന്നു ഗുരുവായൂരപ്പ, ഭഗവാന്റെ മുഴങ്കാലുകൾ അല്ലേ, നമ്മുടെ മുട്ട് തൊട്ട് ഉപ്പൂറ്റി വരെയുള്ള ഭാഗം,
ആ കണങ്കാലുകളെന്ന് പറയുന്നത് തലാതലമെന്ന ലോകമാണെന്ന് ഞങ്ങൾ അറിഞ്ഞ് ഞങ്ങൾ ആ ഭഗവാന്റെ കണങ്കാലിനെ വണങ്ങുകയാണ് പൊന്ന് തമ്പുരാനേ. ഭഗവാന്റെ മുട്ടിന് താഴെ തൊട്ട് മുട്ട് തൊട്ട് ഉപ്പൂറ്റി വരെയുള്ള ഭാഗം, ആ ഭാഗത്താണ് 14 ലോകങ്ങളിൽ തലാതലമെന്ന ലോകം സ്ഥിതി ചെയ്യുന്നത്. അസുരശില്പിയും മന്ത്രവാദത്തിൽ അഗ്രഗണ്യനുമായ മയന്റെ വാസസ്ഥാനം അങ്ങയുടെ കാൽമുട്ടിലാണെന്നറിയുമ്പോൾ സത്യത്തിൽ ഞങ്ങൾ അത്ഭുത സ്തബ്ധരായി നിന്നു പോവുകയാണ് കൃഷ്ണ. അങ്ങയുടെ കണങ്കാലുകളിൽ വസിക്കുന്ന മയന്റെ മനസ്സിലായ 3 നഗരങ്ങളെയാണ് ത്രിപുരാന്തകനായ ശിവൻ നശിപ്പിക്കുകയും പിന്നീട് അതേ ശിവൻ തന്നെ മയന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ സാക്ഷാൽ ശിവൻ പോലും അങ്ങയുടെ കണങ്കാലിൽ ഉണ്ടെന്നറിയുമ്പോൾ ആ കണങ്കാലുകൾ ചുംബിക്കാൻ കൊതിയാകുന്നു ഭഗവാനെ. ശിവൻ പോലും ആ കണങ്കാലിൽ വരികയാണ്, കണങ്കാലിൽ വന്ന് മയനെ സംരക്ഷിക്കുകയാണ്. അപ്പം മയനെ ഇല്ലാതാക്കാനും അവിടെ വന്നു. അപ്പൊ ശിവഭഗവാന്റെ വരെ സ്പർശമേറ്റ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കണങ്കാലുകള്, അതിനെ ഞങ്ങള് വണങ്ങുന്നു. പ്രഭോ, ഞങ്ങൾ അറിയുന്നു ശിവൻ പോലും അവിടെ വരണമെങ്കിൽ സർവദൈവങ്ങളുടെയും അധിപൻ അവിടുന്നാണ്. മഹാഭാരതത്തിലെ മായസഭ പോലും അങ്ങയുടെ കണങ്കാലിൽ വസിക്കുന്ന മയൻ നിർമ്മിച്ചതാണെന്ന് അറിയുമ്പോഴാണ് ഭഗവാനേ ഈ 14 ലോകങ്ങളുടെ അധിപനായ ശ്രീകൃഷ്ണ, അവിടുത്തേക്കാൾ വലുതായി ഈ പ്രപഞ്ചത്തിൽ ഒരു ദൈവവുമില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഭഗവാനെ, അങ്ങയുടെ 2 കാൽമുട്ടുകളിലാണ് മഹാബലി താമസിക്കുന്ന സുതലം എന്നൊക്കെ അറിയുമ്പോൾ കൃഷ്ണ ഭക്തി കൊണ്ട് രോമങ്ങൾ എഴുന്നു നിൽക്കുകയാണ്. മഹാഭക്തനായ മഹാബലി വസിക്കുന്നത് അങ്ങയുടെ കാൽമുട്ടുകളിലാണെന്നറിയുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. അത്ഭുതം കൊണ്ട് മിണ്ടാൻ കഴിയുന്നില്ല. ഭഗവാനെ, അങ്ങ് പാദം തൊട്ട് അനുഗ്രഹിച്ച് ബലിയോട് തൻ്റെ കാൽമുട്ടുകളിൽ സ്ഥിരമായി വസിക്കാൻ അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ കൃഷ്ണ 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 ഭക്തവത്സല, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേ, ഭഗവാന്റെ ലീലകളൊന്ന് ആലോചിച്ചു നോക്കേ. ഭഗവാന്റെ കണങ്കാലുകളിൽ ഒരു ലോകം, ഭഗവാന്റെ കണങ്കാലുകളിൽ ഏതാണ് ഒരു ലോകം. ആ ലോകത്ത് മയൻ വസിക്കുന്നു. സാക്ഷാൽ ത്രിപുരാന്തകനായ ശിവൻ അവിടെ എത്തുന്നു. എന്നിട്ട് മയന്റെ നഗരങ്ങളെ നശിപ്പിച്ചിട്ട് അത് വീണ്ടും സംരക്ഷിക്കാമെന്ന് വാക്കുകൊടുക്കുന്നു. പിന്നെ ഭഗവാന്റെ 2 കാൽമുട്ടുകളാണ് സുതലം, സാക്ഷാൽ മഹാബലി വസിക്കുന്ന സുതലം. മഹാബലിയെ അനുഗ്രഹിച്ചിട്ട് നീ എൻ്റെ കാലിൻ്റെ മുട്ടിലൊരു ലോകമുണ്ട്, അവിടെ വസിച്ചോ എന്ന് പറഞ്ഞ് മഹാബലിയെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഭഗവാൻ. എന്നിട്ടോ ആ മഹാബലിക്ക് കാവലായി സാക്ഷാൽ ഭഗവാൻ തന്നെ നിൽക്കുമ്പോൾ ഭഗവാനേ ശ്രീകൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഭക്തവത്സല കൃഷ്ണ കൃഷ്ണ മുകുന്ദ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 2ാമത്തെ വരിയിലേക്ക് വരാം. കിഞ്ചോരു ഭാഗയുഗളം വിതലാതലേദ്വേ. കിഞ്ച പിന്നീട്, അതാ പറഞ്ഞിരുന്നത്. കിഞ്ചോരുഭാഗ എന്ന് പറഞ്ഞാൽ ഊരുഭാഗം തുടകളുടെ. അപ്പൊ കിഞ്ചോരുഭാഗ അത് പിരിച്ചെഴുതുമ്പം കിഞ്ച അധികം ഊരുഭാഗ എന്നാണ് അർത്ഥം. മനസ്സിലായില്ലേ? ചേർത്തെഴുതുമ്പം കിഞ്ചോരുഭാഗ, പിരിച്ചെഴുതുമ്പം കിഞ്ചം പിന്നീട് ഊരുഭാഗ തുടകളുടെ. യുഗളം 2 വിതലാതലദ്വേ. അപ്പൊ പറയുകയാണ് കിഞ്ചോരു ഭാഗ യുഗളം, പിന്നീട് തുടകളുടെ 2 ഭാഗങ്ങളും. വിതലാ അതലദ്വേ, പിരിച്ചെഴുതുമ്പം വിതലം അധികം അതലം ദ്വേ 2. അത് വിതലമെന്നും അതലമെന്നും 2 ലോകങ്ങളാകുന്നു. ഭഗവാന്റെ തുടകളെ കുറിച്ച് പറയുകയാണ്. ഭഗവാനെ, എന്തൊക്കെ പുതിയ അറിവുകളാണ്
നാരായണീയത്തിലൂടെ ഭട്ടതിരിപ്പാട് ഞങ്ങൾക്ക് തരുന്നത്? ഞങ്ങളെ ഭക്തിയിലേക്ക്, ജ്ഞാനത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ അങ്ങ് നിയോഗിച്ചതല്ലേ ഭഗവാനെ ഈ നാരായണ ഭട്ടതിരിപ്പാടിനെ? കോടി ജന്മങ്ങളുടെ പുണ്യം ചെയ്തവർക്കല്ലേ അതുകൊണ്ട് നാരായണീയം കേൾക്കാനും നാരായണീയം പഠിക്കണമെന്ന് ആഗ്രഹം തോന്നാനും നാരായണീയം വീട്ടിലിരുന്ന് വായിക്കാനും ആഗ്രഹം സിദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് രാധേ രാധേ പ്രേക്ഷകരെ, നിങ്ങളൊക്കെ പുണ്യം ചെയ്തവരാണ്. ഇത് അവതരിപ്പിക്കാൻ എന്നെ നിയോഗിച്ചു ഭഗവാൻ. എത്രയോ കോടിക്കണക്കിന് ആളുകൾ ഭൂമിയിലുണ്ട്, എന്നിട്ടും ഈ എളിയവനായ എന്നെയും കൂടെ തിരഞ്ഞെടുത്തല്ലോ. ഞാൻ ധന്യനാണ് ഭഗവാനേ, ഞാൻ ധന്യനാണ്. ഭഗവാന്റെ തിരുവുടലിലെ ഭാഗമായ തുടകള്, ആ തുടകളെ കുറിച്ച് ഭട്ടതിരിപ്പാടങ്ങനെ പറയുകയാണ്. ലേ ഭഗവാന്റെ നീലവർണ്ണമായ ശരീരം, അതോടൊപ്പം ഹിരൺമയ ശരീരം, ആ ശരീരത്തിലെ തുടകള്, ആ തുടകളെ കുറിച്ച് വർണ്ണിക്കുന്നത് കേൾക്കുമ്പോൾ ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് ആ തുടകളിൽ മുഖം ചേർക്കാൻ തോന്നും ഭഗവാനെ ഭക്തി കൊണ്ട്. അങ്ങയുടെ തുടകളിലാണ് വിതലമെന്ന ലോകം സ്ഥിതി ചെയ്യുന്നത് അറിയുമ്പോൾ കൃഷ്ണ കോടി കോടി നമസ്കാരം. അങ്ങ് തൻ്റെ തുടയിൽ ഒരു ലോകം തന്നെ സൃഷ്ടിച്ചു, അതിന് വിതലമെന്ന പേരിട്ടു. എന്നിട്ടോ പരമശിവന്റെ അംശമായ ഹരഭവനെ തന്നെ ആ തുടകളുടെ സംരക്ഷണം ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ സാക്ഷാൽ ശിവഭഗവാന്റെ തന്നെ അവതാരമാണ് തുടകളിൽ സ്ഥിതി ചെയ്യുന്നത്. ശിവഭഗവാന്റെ അംശമായ ഹരഭഗവാനെ തുടകളിൽ ഏന്തിക്കൊണ്ട് നടക്കുകയാണ് നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് കൃഷ്ണന്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ശിവഭഗവാൻ പോലും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തുടകളിൽ താമസിച്ച് ആ തുടകളെ സേവിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം ഭഗവാൻ സാധിച്ചു കൊടുത്തേത്. അതുകൊണ്ട് കൈലാസം പൂർണ്ണമായും ശിവനും, ആ ശിവന്റെ അംശ അവതാരം വന്ന് എവിടെ? ഹരഭവൻ വന്ന് തുടകളിലും വസിക്കുന്നു. അപ്പോൾ സാക്ഷാൽ സംഹാരമൂർത്തിയായ കൈലാസ അധിപനായ ശിവൻ പോലും അങ്ങയുടെ തുടകളിൽ വസിച്ച് ആ തുടകളെ സേവിക്കണമെന്ന്, ആ തുടകളെ ആരാധിക്കണമെന്ന് പറയുമ്പോൾ സർവദേവന്മാരുടെയും ദേവൻ ആര് തന്നെയാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതുകൊണ്ട് ഗുരുപവന പുരേശ, അങ്ങയുടെ ഭക്തനാകുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എന്ന് മാത്രമാണോ? ശിവഭഗവാൻ എങ്ങനെ വന്നിരിക്കുന്നത്? ശിവഭഗവാൻ പ്രേതങ്ങളുടെയും ഭൂതഗണങ്ങളുടെയും അകമ്പടിയോടുകൂടിയാണ് ആരുടെ തുടകളിൽ വസിക്കുന്നത്? ആ കൃഷ്ണന്റെ തുടകളിൽ വസിക്കുന്നത്. അപ്പൊ സർവസമേതനായി വന്ന് സേവിക്കുക. ശിവൻ ഒറ്റയ്ക്കല്ല സേവിക്കുന്നത്, ശിവൻ സേവിക്കുന്നു. ശിവന്റെ പ്രേതഗണങ്ങള്, ശിവന്റെ ഭൂതഗണങ്ങളെല്ലാം വന്ന് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തുടയിൽ വസിച്ച് ഭഗവാന്റെ തുടയെ സംരക്ഷിച്ച് ഭഗവാനെ സേവിച്ച് ആനന്ദ നിർവൃതി അടയുകയാണ്. ഈ തുടയിലാണ് ഭഗവാൻ സ്വർണ്ണഖനികൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഭഗവാൻ സ്വർണ്ണഖനികൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് ഈ തുടകളിലാണെന്നത് അറിയുക. അവിടുത്തെ നിവാസികള്, ആ ലോകത്ത് താമസിക്കുന്നവര് സ്വർണം കൊണ്ട് അതലം അലങ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ തുടകൾ അലങ്കരിക്കുന്നു എന്നാണ്. ഭഗവാന്റെ തുടകൾ സ്വർണമയമാണെന്ന് ഭട്ടതിരിപ്പാട് പറഞ്ഞു വെക്കുന്നു. ഭഗവാന്റെ തുടകൾ ഹിരൺമയമാണ്, സ്വർണമയമാണ്. അങ്ങനെ ഹിരൺമയനായ സ്വർണമയനായ ഭഗവാനെ, അങ്ങയുടെ തുടകളെ ഞങ്ങൾ കൈതൊഴുന്നേൻ, അങ്ങയുടെ തുടകളെ ഞങ്ങൾ കൈതൊഴുന്നേൻ. ഇത് അങ്ങയുടെ ഒരു തുടയുടെ കാര്യമാണ്. ഭഗവാന്റെ രണ്ടാമത്തെ തുടയിലാണ് അതലം എന്ന മറ്റൊരു ലോകം. ആ അതലം എന്ന ലോകം സ്ഥിതി ചെയ്യുന്നത്. അവിടെ മായന്റെ പുത്രനായ ബാലയാണ് അതല ലോകത്തിന്റെ ഭരണാധികാരി. ഒരു കണക്കിന് ബാല ഭാഗ്യവാൻ.
ഭഗവാന്റെ തുടയുടെ ഒരു വശം ശിവൻ സംരക്ഷിക്കുമ്പോൾ മറുവശം മയന്റെ പുത്രനായ ബാലയാണ് സംരക്ഷിക്കുന്നത്. നിഗൂഢ ശക്തികളുടെ കേന്ദ്രമാണ് ഭഗവാന്റെ ഈ തുടയുടെ ഭാഗമെന്ന് നിങ്ങൾ അറിയുക. ഈ ബാല ചില്ലറക്കാരനല്ല, ഭയങ്കര മാന്ത്രിക ശക്തിയുള്ള ഒരാളാണ്. ഒരു ദിവസം നമ്മുടെ ബാല ഉച്ചത്തിലൊന്ന് അലറി വിളിച്ചു. അലറി വിളിച്ചപ്പോൾ ആ അലറലിൻ്റെ ശബ്ദത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് 3 സ്ത്രീകൾ ജന്മം കൊണ്ടു എന്ന് പറഞ്ഞാൽ ബാല ചില്ലറക്കാരനാണോ? ഒന്ന് അലറിയപ്പം അലറിയതിൻ്റെ ആ ഷോക്കിൽ നിന്ന് 3 സ്ത്രീകൾ ജന്മം കൊണ്ടു. അതിൽ ഒന്നാം വിഭാഗം സ്വൈരിണികളെന്നും 2ാം വിഭാഗം കാമിനികളെന്നും 3ാം വിഭാഗം പുഷ്കരികളെന്നും പറയുന്നു. ഇതിൽ സ്വൈരിണികൾക്ക് അവരിഷ്ടപ്പെടുന്ന സ്വന്തം വർഗത്തിൽപ്പെട്ട പുരുഷന്മാരെ വിവാഹം കഴിച്ച് ഭഗവാന്റെ തുടയിൽ വസിക്കാം. കാമിനികൾക്കും പുഷ്കരണികൾക്കും ഏത് വിഭാഗത്തിൽപ്പെട്ട പുരുഷനെയും വിവാഹം കഴിക്കാം. അങ്ങനെ വിവാഹം കഴിച്ച് സന്തോഷത്തോടുകൂടി ഭഗവാന്റെ തുടകളിൽ അവർക്ക് വസിക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കേ, ഒരു തുടയിൽ നടക്കുന്ന അത്ഭുതങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തുടയിൽ ശിവഭഗവാൻ പ്രേതങ്ങളും ഭൂതഗണങ്ങളുമായി വന്ന് സേവിക്കുന്നു. അടുത്ത തുടയിൽ മയന്റെ അവതാരം, മയന്റെ മകനായ ആ ബലൻ എന്തു ചെയ്യുന്നു? അവിടെ വന്നിട്ട് ഒന്ന് അലറി 3 തരത്തിലുള്ള സ്ത്രീകളെ ആര് സൃഷ്ടിച്ചു? ബാല സൃഷ്ടിച്ചു. ആ 3 തരത്തിലെ സ്ത്രീകൾ എങ്ങനെ ജീവിക്കണമെന്നും നിശ്ചയിച്ചു. ഇവരെല്ലാം അവരുടേതായ ഒരു ലോകം ഭഗവാന്റെ തുടയിൽ പടുത്തുയർത്തി. ഭഗവാൻ എപ്പോഴും ഒന്നുമില്ല. നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം. അതായത് മരത്തിൻ്റെ കൊമ്പിൽ പക്ഷികൾ വന്ന് കൂടുകൂട്ടുന്നത് പോലെ, ചില മരത്തിൻ്റെ കൊമ്പിൽ തേനീച്ചകൾ കൂടുവയ്ക്കുന്നത് പോലെ, അത് മരത്തിനൊന്നും തോന്നുന്നില്ല. മരം സമ്മതിക്കുന്നു. മരത്തിൻ്റെ ശിഖരത്തിൽ പക്ഷി കൂടുവയ്ക്കുന്നു. അതുപോലെയാണ് ഭഗവാന്റെ ശിഖരത്തിൽ കൂടുവയ്ക്കുകയാണ് മയനും മറ്റുള്ളവരുമെല്ലാം. അപ്പം അല്ലേ ചിലർക്ക് സംശയം തോന്നി എങ്ങനെയാണ് ഈ തുടകളിൽ താമസിക്കുന്നതെന്ന്. അതാ ഞാൻ പറഞ്ഞത്, ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പ് പോലും അതിൻ്റെ കൊമ്പിൽ താമസിക്കാൻ എന്ത് കൊടുക്കുന്നു? അനുവാദം കൊടുക്കുന്നു. അപ്പോൾ ഓരോ ശരീരഭാഗത്തും ഓരോ ലോകവും, ആ ലോകത്തിൽ നിരവധി ജീവികളെയും വഹിക്കുന്ന ഭഗവാന്റെ പാദത്തിൻ്റെ അടിഭാഗത്തൊരു ലോകം, പാദത്തിൻ്റെ മുകൾ ഭാഗത്തൊരു ലോകം, കണങ്കാലിൽ ഒരു ഭാഗം, മുട്ടിൽ ഒരു ലോകം, തുടയിൽ ഒരു ലോകം, അങ്ങനെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും ഓരോ ലോകങ്ങൾ സൃഷ്ടിച്ച് അവിടുത്തെ ജീവികളെ സംരക്ഷിക്കുന്ന പൊന്നു ഭഗവാനെ, അങ്ങ് സാക്ഷാൽ പരബ്രഹ്മമല്ലാതെ മറ്റാരാണ്? അങ്ങ് മാത്രമാണ് പരബ്രഹ്മം. ഇനി നമുക്ക് 3ാമത്തതിലേക്ക് വരാം. ക്ഷോണീതലം ജഗനമംബര മംഗനാഭിർ. ക്ഷോണീതലം എന്ന് പറഞ്ഞാൽ ഭൂലോകം, നമ്മൾ വസിക്കുന്ന ഭൂമി. ക്ഷോണീതലം ജഗനം എന്ന് പറഞ്ഞാൽ അരക്കെട്ടിൻ്റെ മുൻഭാഗം. അംബരം ആകാശം. അങ്കനാഭിർ അംഗ ശ്രദ്ധ ആകർഷിക്കാൻ ഹേ എന്നൊക്കെ ഉപയോഗിക്കുന്ന ഒരു പദം നാഭിർ പൊക്കിൾക്കൊടി. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഭഗവാന്റെ അരക്കെട്ടിൻ്റെ മുൻഭാഗത്തെക്കുറിച്ച് പറയുക. ഭഗവാൻ ശ്രീകൃഷ്ണനുണ്ടല്ലോ, നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അരക്കെട്ടിൻ്റെ മുൻഭാഗം എന്ന് പറയുന്നതാണ് ഈ ഭൂമി. ഇവിടെയാണ് ഞാനും രാധേ രാധേ ചാനൽ കാണുന്ന നിങ്ങളുമൊക്കെ താമസിക്കുന്നത്. ഓർക്കുക, ഭഗവാന്റെ അരക്കെട്ടിൻ്റെ മുൻഭാഗത്താണ്. ആ മുൻഭാഗത്താണ് പക്ഷികളും മൃഗങ്ങളും പർവ്വതങ്ങളും സമുദ്രങ്ങളും സകലരും താമസിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ അരക്കെട്ട് ഭൂമിയെ ഉൾക്കൊള്ളുന്നു. മനുഷ്യനെ, മൃഗങ്ങളെ, പക്ഷികളെ, നദികളെ, പർവ്വതങ്ങളെ, വൃക്ഷങ്ങളെ, പുൽക്കൊടികളെ, സർവചരാചരങ്ങളെയും ഉൾക്കൊള്ളുന്നു. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേ, ഈ ഭൂമിയിലുള്ള സകല ലോകങ്ങളും, അമേരിക്ക, ഇംഗ്ലണ്ട്, കാനഡ, ചൈന, ഇതൊക്കെ എല്ലാ സ്ഥലവും ഒന്ന് കണ്ടുവരണമെങ്കിൽ എത്ര വർഷം എടുക്കും? ഇപ്പം നമ്മൾ ചൈനയിൽ പോയിട്ടുണ്ട്, അമേരിക്കയിൽ പോയിട്ടുണ്ടെന്ന് പറയുന്ന ചൈനയുടെ കുറച്ച് സ്ഥലങ്ങളാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ തന്നെ എല്ലായിടവും പോയിട്ടില്ല.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ പ്രദേശങ്ങളും, ഇപ്പോൾ കൊല്ലമാണെങ്കിൽ കൊല്ലത്തിൻ്റെ മുക്കും മൂലയും സഞ്ചരിക്കണം. അങ്ങനെ സഞ്ചരിക്കണമെങ്കിൽ എത്ര വർഷമെടുക്കും? അത്രയും വിശാലമായ ഈ ഭൂമി ഭഗവാന്റെ അരക്കെട്ടിൻ്റെ മുൻഭാഗത്താണത്രേ സ്ഥിതി ചെയ്യുന്നത്. ആ ഭഗവാന്റെ അരക്കെട്ടിൻ്റെ മുൻഭാഗത്ത് ഈ ഭൂമി സ്ഥിതി ചെയ്യുന്നു. ആ ഭൂമിയിൽ നമ്മൾ വസിക്കുന്നു. അപ്പോൾ ഭഗവാനെ ഞങ്ങളെയൊക്കെ ജീവിക്കാൻ അനുവദിക്കുന്നത് അങ്ങാണ്. അങ്ങയുടെ അരക്കെട്ടിൻ്റെ മുൻഭാഗത്ത് ഒരു ഭൂലോകം സൃഷ്ടിക്കുകയും അതിന് ഭൂമി എന്ന പേരിടുകയും എന്നെപ്പോലെയും രാധാരാധേ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരെ പോലെയും ഒക്കെ ഉള്ള ആൾക്കാരെ അതിൽ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു. അതിന് കൃഷ്ണ, ഗുരുവായൂരപ്പ, കോടി കോടി നന്ദി. ഈ ഭഗവാന്റെ പുക്കിൾ കൊഴിയെക്കുറിച്ചാണ് അടുത്തത് പറയുന്നത്. ഭഗവാന്റെ അരക്കെട്ടിൻ്റെ മുൻഭാഗം ഭൂമി, ഭഗവാന്റെ പുക്കിൾ കുഴി ഉണ്ടല്ലോ, ആ പുക്കിൾ കുഴിക്കകത്താണ് ആകാശം സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ, ഭഗവാന്റെ പുക്കിൾ കുഴിക്കകത്താണ് ഏത്? ആകാശം സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിന് പുറത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ശൂന്യ സ്ഥലമാണ് ആകാശം. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ തുടങ്ങി ബഹിരാകാശ വസ്തുക്കളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് ആകാശം. ആ ആകാശമാണ് ഭഗവാന്റെ പൊക്കിൾ ചുഴി. നല്ല തെളിഞ്ഞ ദിവസങ്ങളിൽ നീല നിറത്തിൽ കാണപ്പെടുന്ന ആകാശം. ആ ആകാശം ഭഗവാന്റെ ആ വയറിലുള്ള ആ പുക്കിളിൻ്റെ ഒരു ചുഴി മാത്രമാണ് എന്നറിയുമ്പോഴാണ് നമ്മൾ അത്ഭുതസബ്ദരായി പോകുന്നത്. ഇല്ലേ? കോടാനുകോടി നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും സകലതിനെയും ഉൾക്കൊള്ളുന്ന അതിവിശാലമായ മേഘങ്ങൾ, ഇതിനെയൊക്കെ ഉൾക്കൊള്ളുന്ന ആകാശം ഭഗവാന്റെ പൊക്കിളിലുള്ള ഒരു കൊച്ചു ചുഴിയാണ്. ഇതോ മേഘങ്ങളും മഴവില്ലുകളും ധ്രുവദീപ്തികളും മിന്നലും മഴയും എല്ലാം ദൃശ്യമാകുന്ന ആകാശം, സകലതും ദൃശ്യമാകുന്ന ആകാശം ഭഗവാന്റെ പൊക്കിൾ ചുഴിയാണെന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ ഓരോ ജീവിയും നാരായണനിലാണ് വസിക്കുന്നത്. ഈ ലോകം മുഴുവൻ നാരായണനിലാണ് വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിലെ ഈ അണ്ഡകടാകത്തിലെ ഓരോ ജീവിയുടെയും ചുണ്ടിൽ വിരിയുന്ന മന്ത്രം, വിരിയേണ്ട മന്ത്രം നാരായണ മന്ത്രമായിരിക്കണം. അത് ഓർമ്മ വയ്ക്കുക. ഈ 14 ലോകങ്ങളും ഭഗവാന്റെ സൃഷ്ടിയാണ്. ഈ ഭൂമി സൃഷ്ടിച്ചത് ഭഗവാനാണ്. എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ അവസരം തന്നത് ഭഗവാനാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ചുണ്ടുകളിൽ വിടരേണ്ട നാമം ആരായിരിക്കണം? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാമമായിരിക്കണം. മറന്നു പോകരുത്. ഓം നമോ വാസുദേവായ. ഓം നമോ വേദരൂപായ. ഓം നമോ നാരായണായ. അണ്ഡകടാകങ്ങൾ ചിറകടിച്ചുണരുന്നു, അഗ്രേ പശ്യാമി. അണ്ഡകടാകങ്ങൾ ചിറകടിച്ചുണരുന്നു, അഗ്രേ പശ്യാമി. ഓരോ ജീവന്റെ ചുണ്ടിലും വിടരുന്നു, ഓരോ ജീവന്റെ ചുണ്ടിലും വിടരുന്നു. ഓം നമോ നാരായണായ. അണ്ഡകടാകങ്ങൾ ചിറകടിച്ചുണരുന്നു, അഗ്രേ പശ്യാമി. ഓരോ ജീവന്റെ ചുണ്ടിലും വിടരുന്നു. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഇനി നമുക്ക് 4ാമത്തെ വരിയിലേക്ക് വരാം. വക്ഷച്ച ശക്ര നിലയസ്തവ ചക്രപാണേ. വക്ഷച്ച മാറിടം, ശക്ര നിലയസ്തവം അതായത് ഇന്ദ്രന്റെ ലോകം,
ചക്രപാണേ, അത് വിശദീകരിച്ച് പറയാം. ചക്രപാണിയായ ഭഗവാനെ. അപ്പം ഭഗവാന്റെ നെഞ്ചാണ് ദേവേന്ദ്രൻ വസിക്കുന്ന സ്വർഗലോകമെന്ന സത്യം മനസ്സിലാക്കുക. അപ്പൊ ദേവേന്ദ്രന്റെ വാസസ്ഥലം ഭഗവാന്റെ നെഞ്ചാണ്. സൂര്യൻ മുതൽ ധ്രുവനക്ഷത്രം വരെയുള്ള ഭാഗം, നമ്മുടെ സൂര്യലോകം മുതൽ ധ്രുവനക്ഷത്രം വരെയുള്ള ഭാഗം അത്രയും ചേർന്നതിനെയാണ് സ്വർലോകം എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഇത്രയും വലിയ ലോകം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നെഞ്ചിന്റെ ഒരു ഭാഗം. അപ്പൊ ഭഗവാൻ ആരാന്നൊന്ന് മനസ്സിലാക്കി നോക്കേ. സ്വർഗലോകം, അതായത് സൂര്യലോകം മുതൽ ധ്രുവലോകം വരെയുള്ള ഭാഗം ഭഗവാന്റെ നെഞ്ചിന്റെ ഒരു ഭാഗം. 33 ഹിന്ദു ദൈവങ്ങൾ വസിക്കുന്ന സ്ഥലം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നെഞ്ചാണ്. കൃഷ്ണന്റെ നെഞ്ചത്താണ് 33 ഹിന്ദു ദൈവങ്ങൾ വസിക്കുന്നത്. ദേവന്മാരും സകല ദേവതകളും, എന്തിനു പറയുന്നു, ഗന്ധർവന്മാര്, കിന്നരന്മാര്, അപ്സരസുകള്, ഇവരൊക്കെ താമസിക്കുന്നത് ഭഗവാന്റെ നെഞ്ചിലാണെന്നറിയുക നിങ്ങൾ. നെഞ്ചെന്ന് പറഞ്ഞാൽ നെഞ്ചിന്റെ ഒരു ഭാഗത്ത്. ഇങ്ങനെ നമ്മുടെ മുക്കത്തി 3 ദൈവങ്ങൾ വാഴുന്ന, സാക്ഷാൽ ദേവേന്ദ്രൻ വാഴുന്ന, അപ്സരസുകൾ നൃത്തമാടുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നെഞ്ചിനെ ഞങ്ങൾ കൈതൊഴുന്നു, ഞങ്ങൾ നമിക്കുന്നു. ഇവിടെ കൃഷ്ണ ഭഗവാനെ ചക്രപാണേ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാനെ ചക്രപാണേ എന്നാണ് ഭട്ടതിരിപ്പാട് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്താ കാരണം? ഒന്ന്, സാക്ഷാൽ സുദർശന ചക്രം കയ്യിലേന്തുന്നവനെ. ഇതിന് 3 അർത്ഥമുണ്ട്. ഒന്ന്, സാക്ഷാൽ സുദർശന ചക്രം കൈകളിൽ ധരിച്ചവനെ. അതുകൂടാതെ രണ്ടാമത്തെ അർത്ഥം, ഈ പ്രപഞ്ചമാകുന്ന പ്രപഞ്ചമാകുന്ന ചക്രത്തെ, അതായത് പ്രപഞ്ച ചക്രത്തെ കയ്യിൽ ധരിച്ചിരിക്കുന്നവനെ. ഇതാണ് രണ്ടാമത്തെ അർത്ഥം. അപ്പൊ ചക്രപാണേ എന്ന് ഭട്ടതിരിപ്പാട് പറഞ്ഞതിന് 3 അർത്ഥമുണ്ട്. ഒന്ന്, മഹാസുദർശനം എന്ന ചക്രം ധരിച്ചവൻ. 2, പ്രപഞ്ച ചക്രം കയ്യിൽ ധരിച്ചിരിക്കുന്നവൻ. 3, കാലചക്രം കയ്യിൽ ധരിച്ചിരിക്കുന്നവൻ. കാലചക്രം തൻ്റെ കയ്യിൽ വെച്ചിരിക്കുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അതിങ്ങനെ ഇട്ട് കറക്കും, ഭ്രമണം ചെയ്യിക്കും. അങ്ങനെ ഭ്രമണം ചെയ്യിക്കുന്നത് മൂലമാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്നത്. ഭഗവാൻ കാലചക്രത്തെ ഇങ്ങനെ കറക്കുമ്പോൾ സൃഷ്ടി വരും, സ്ഥിതി വരും, സംഹാരം വരും. ഇതിങ്ങനെ ആവർത്തിച്ചാവർത്തിച്ചു വരും. അപ്പൊ ഭഗവാനെ ചക്രപാണി എന്ന് വിളിച്ചത് 3 അർത്ഥത്തിലാണ്. ഒന്ന്, മഹാസുദർശനം എന്ന ചക്രം ധരിച്ചവൻ. 2, ഈ പ്രപഞ്ചം എന്ന ചക്രം ധരിച്ചവൻ. 3, കാലചക്രത്തെ ഭ്രമണം ചെയ്യിക്കുന്നവൻ. അതായത് ഭഗവാൻ കാലചക്രത്തെ ഭ്രമണം ചെയ്യിക്കുന്നത് മൂലമാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾ നടക്കുന്നത്. അങ്ങനെ മുഴങ്കാലുകളിൽ തലാതലം എന്ന ലോകത്തെയും കാൽമുട്ടുകളിൽ സുതലം എന്ന ലോകത്തെയും 2 തുടകളിലും വിതലം, അതലം എന്നീ ലോകങ്ങളെയും അരക്കെട്ടിൻ്റെ മുൻഭാഗത്ത് നമ്മളൊക്കെ താമസിക്കുന്ന ഭൂമിയെയും പൊക്കിൾ ചൊഴിയിൽ അനന്തമായ ആകാശത്തെയും നക്ഷത്രങ്ങളെയും, അല്ലേ, മേഘങ്ങളെയും മിന്നലുകളെയും മഴയെയും നെഞ്ചിൽ സ്വർഗലോകത്തെയും വഹിക്കുന്ന സ്വർണമയനായ ഹിരൺമയ രൂപമാർന്നവനേ ഭഗവാനേ ശ്രീകൃഷ്ണ, അങ്ങയെ ഞങ്ങൾ നമിക്കുന്നു. മഹാസുദർശനം കയ്യിലേന്തി 14 ലോകങ്ങൾക്കും പ്രഭചൊരിയുന്നവനേ പൊന്നു തമ്പുരാനേ, ശത്രുക്കൾ ഭയക്കുന്ന മഹാസുദർശനം കയ്യിലേന്തുന്ന പൊന്നു തമ്പുരാനേ, ഈ പ്രപഞ്ച ചക്രത്തെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടുന്ന പൊന്നു തമ്പുരാനേ, കാലചക്രത്തെ ഭ്രമണം ചെയ്യിച്ച് സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങളുടെ ആവർത്തനത്തിന് കളമൊരുക്കുന്ന പൊന്നു തമ്പുരാനേ, ഗോലോകത്ത് രാധാറാണിയോടൊത്ത്
വസിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനേ, രാധാറാണിയുടെ പാദങ്ങളിൽ ചരണച്ചെഞ്ചാറ് പുരട്ടുന്ന ഞങ്ങളുടെ ശ്രീകൃഷ്ണ തമ്പുരാനേ, ഗുരുവായൂരപ്പൻ തമ്പുരാനേ, കൃഷ്ണ രാധാസമേത കൃഷ്ണ, രാധാസമേത കൃഷ്ണ, രാധാകൃഷ്ണ, രാധാകൃഷ്ണ, രാധേ കൃഷ്ണ, രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹ.